കനത്ത മഴയിൽ വയനാട് കൃഷ്ണഗിരിയിൽ കൂറ്റൻ മരം കാറിന്റെ മുകളിലേക്ക് വീണു. ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗത തടസ്സം ഇപ്പോൾ അനുഭവപ്പെടുകയാണ്. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ അപകടത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണല്ലോ, അതുപോലെ പ്രൊഫഷണൽ കോളേജുകൾക്കും അവധിയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN ഇന്ന് രാവിലെ മുതൽ തന്നെ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലായി മഴയുണ്ട്. ശക്തമായ മഴ എന്ന് തന്നെ വേണം പറയാൻ. ഇടവിട്ട് ശക്തമായ രീതിയിലുള്ള മഴ പെയ്യുകയാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം മഴ പെയ്ത പ്രദേശം എന്ന് പറയുന്നത് വയനാട് ജില്ലയുടെ കവാടമായ ലക്കിടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ലക്കിടിക്ക് സമാനമായ അവസ്ഥയാണ്. എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ട്, ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന കൽപ്പറ്റയിലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ചില അനിഷ്ട സംഭവങ്ങൾ ഈ രാത്രിയിലും സംഭവിക്കുന്നത്. 3 ഇടങ്ങളിലാണിപ്പോൾ മരം കടപുഴകി വീഴുന്ന അവസ്ഥയുണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒടുവിൽ കൃഷ്ണഗിരിയിൽ നിന്നാണ് വാർത്ത വരുന്നത്. കൃഷ്ണഗിരി എന്ന് പറയുന്നത് ദേശീയപാതയാണ്. ദേശീയപാതയിൽ കൃഷ്ണഗിരിയിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കൊല്ലകലിലേക്ക് പോകുന്ന ദേശീയപാതയാണ്. അവിടെ ഒരു കാറിന് മുകളിലേക്കാണ് മരം പൊട്ടി വീണത്. അത് ചെറിയ മരമല്ല, ഒരു കൂറ്റൻ മരം തന്നെയാണ് പൊട്ടി വീണിട്ടുള്ളത്. ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ബത്തേരിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഈ റൂട്ടിൽ തന്നെ അതിനപ്പുറത്തുള്ള കല്ലൂരിൽ ഇതുപോലെ തന്നെ മരം വീണിട്ടുണ്ട്. ചുണ്ടേലിൽ മരം വീണിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ദേശീയപാതയിലാണ് ഈ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. നേരത്തെയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ചെമ്പ്രയിലേക്ക് പോകുന്ന വഴി, മേപ്പാടിയിൽ നിന്ന് ചെമ്പ്രയിലേക്ക് പോകുന്ന വഴി മരം കടപുഴകി വീണു. അത് മാറ്റിയിട്ടുണ്ട്. അതായത് ഗതാഗതം സുഗമമാക്കുന്ന രീതിയിൽ തന്നെ അത് മാറ്റിയിട്ടുണ്ട്. പലയിടങ്ങളിലും ശക്തമായ രീതിയിലുള്ള മഴയാണ്. വയനാട് പേരിയ 38-ൽ മരം കടപുഴകി വീണിട്ടുണ്ട്. കുറ്റിക്കാട്ടിൽ അക്ബർ അലി എന്നയാളുടെ വീട് ഇതുമൂലം തകർന്നിട്ടുണ്ട്. അത്തരത്തിൽ പലയിടങ്ങളിലും ഇങ്ങനെ വലിയ രീതിയിലുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും ശക്തമായ മഴ പലയിടത്തും പെയ്യുകയാണ്. ചൂരൽമലയിലും മുണ്ടക്കയിലും അടക്കം മഴ ശക്തമായ രീതിയിൽ തന്നെ തുടരുകയാണ്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.